So good morning guys and welcome back to our YouTube channel. So ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എസ് ബേബി ദേ സ്കൂളിലേക്ക് പോവാൻ വേണ്ടിട്ട് പുതിയ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോവാണല്ലേ ബേബി. അപ്പൊ ഇന്ന് ഞാൻ ലീവ് എടുത്തേക്കാണ്, കാരണം പിള്ളേരുടെ അഡ്മിഷനൊക്കെ ഇപ്പൊ ആക്ച്വലി ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. ഇനി നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വൈകിട്ട് കൊച്ചിന്റെ സ്കൂളിൽ സീറ്റ് കിട്ടാതിരിക്കണ്ടെന്ന് വിചാരിച്ചു കഷ്ടപ്പെട്ട് ലീവ് എടുത്ത്. ചേട്ടൻ ഓൾറെഡി ലീവാണ്. സോ നമ്മൾ ഇന്ന് അഡ്മിഷൻ എടുക്കാൻ പോവാണല്ലേ ചേട്ടാ. ക്യാൻ യു ആക്ച്വലി ബിലീവ് ദാറ്റ് നമ്മുടെ ഡോട്ടർ ഇപ്പോൾ ഒരു സ്കൂളിൽ പോണ്ട പ്രായമായിന്ന്? ഇന്നലെ പ്രസവിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. സ്കൂളിൽ ചേർക്കാണ്ടായി സമയമായി. എനിക്ക് ആക്ച്വലി പിള്ളേരുണ്ടായിട്ട് ആ കുഞ്ഞു ഫേസ് മാത്രം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഇവരൊക്കെ സ്കൂളിൽ പോകുന്ന ഫേസ്. സ്കൂളിൽ ഇപ്പൊ പോകില്ല, സ്കൂൾ അടുത്ത വർഷം പോവുള്ളൂ. അടുത്ത വർഷത്തേക്ക് ഇപ്പൊ എന്റെ പിള്ളേർക്ക് കോമ്പറ്റീഷൻ, ലൈഫ് കോമ്പറ്റീഷൻ. അത് നമ്മുടെ നല്ല സ്കൂളാണെന്നാണ് അറിഞ്ഞത്, അതുകൊണ്ട് ബേബിയുടെ സ്കൂള് അഡ്മിഷൻ എടുക്കാൻ പോണ സ്കൂൾ എത്താറായില്ലോ. പഠിക്കാൻ പോകുന്ന സ്കൂളെത്തി. ഇതൊക്കെ അഡ്മിഷൻ എടുക്കാൻ വന്ന ടീംസ് വന്നിട്ടുണ്ട്. കൊച്ചിന് കിട്ടും അഡ്മിഷൻ എങ്ങനെ വേണം. ബേബിയുടെ സ്കൂളെത്തി. അതാണോ ബേബി പഠിക്കാൻ പോകുന്ന സ്കൂള്? ഇതാണ് ബേബിയുടെ സ്കൂള്. ബേബിക്ക് ഇവിടെ പാർക്ക് ഉണ്ട് സ്കൂളില്. അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. ബേബി ഇതാണോ ബേബിയുടെ സ്കൂള്? ഇത് എഴുതണ്ടൊക്കെ എഴുതണ്ടേ? LKG അല്ലേ എഴുതണ്ടേ? ഇത് നെയ്മ കൊച്ചിന്റെ പേരല്ലേ? കാണാൻ യാശി ചേച്ചിയാ. എസ്സിന് കാണാൻ വേണ്ടി യാശി ചേച്ചി വന്നത്. ഞങ്ങളെ കാണാൻ പറ്റുമോ? ഞങ്ങളെ കാണാൻ പറ്റുമോ? ക്ലാസ് നടന്നോണ്ടിരിക്കണോ യാശി ചേച്ചിയുടെ? പഠിക്കാൻ പോണ് ചേച്ചി, തിരിച്ച് പഠിക്കാൻ പോണ് ക്ലാസ്സില്. എന്റെ അഡ്മിഷന് വേണ്ടി പൈസ എങ്ങനെയാണ് ബേബി എല്ലാം അറിയണ്ട. ബേബിയുടെ പൈസ, അഡ്മിഷൻ ഫീസ്. ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. പെട്ടെന്ന് അന്താളിഫൈഡ് ആയിട്ട് എന്താണ് നോക്കിക്കൊണ്ടിരിക്കുക. ഫോട്ടോ എടുത്തോ ബേബിയുടെ? ബേബിക്ക് അഡ്മിഷൻ എടുത്തു അല്ലേ? അഡ്മിഷൻ എടുത്താ? അഡ്മിഷൻ എടുത്തു ഫൈനലി. ബേബി സ്കൂളിൽ ചേർന്നില്ല, അപ്പോഴേക്കും സ്കൂളിലത്തെ പാർക്കിൽ പോണെന്നാ പറയണേ അല്ലേ? ബേബി പാർക്കിൽ പോവാ.
എന്നിട്ട് ഇനി ചൂളില് പോവാണല്ലേ. ഡാഡിക്ക് അമ്മയ്ക്ക് കുറെ പണികൾ കാരണം ബേബിയുടെ സ്കൂൾ എത്തി. ഇനി ഞങ്ങള് പോവാണ്. അഡ്മിഷൻ എടുത്തപ്പോ ആ സ്കൂളാണ് കൊച്ചിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. സ്കൂളില് വീണു അല്ലേ. നമ്മള് വലുതാവുമ്പളെ പോവാട്ടാ. അടുത്ത വർഷം തൊട്ട് ആ സ്കൂളിൽ പോകൂട്ടാ. രാഷ്ട്രീയ ടീച്ചറുടെ കൂടെ സ്കൂളിൽ പോകും. ഇപ്പഴല്ലേ ബർത്ത്ഡേ കഴിയുമ്പോ. ഡാഡി ഇപ്പൊ ചേർത്തിന്ന് മാത്രമേ ഉള്ളൂ കേട്ടാ. നമുക്ക് ഫുഡ് കഴിക്കാം. എനിക്ക് ഭയങ്കര ക്രേവിങ്സ്. നല്ല ഊണും ഫിഷ് കഴിക്കാൻ തോന്നുന്നു. ഫിഷ് ചിക്കൻ ബിരിയാണി ബിരിയാണി നോ ഫിഷ് ബിരിയാണി കഴിക്കുന്നുണ്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ഫിഷ് വേണം. ഫിഷ് ബിരിയാണി പ്രോൺസ് ബിരിയാണി ചോറും മീനും കിട്ടുന്ന പറഞ്ഞിട്ട് ഏതോ ഒരു കടയിൽ എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡ് നന്നായി ഇല്ലെങ്കില് ഒന്നും ചെയ്യില്ല. കഴിച്ചിട്ട് ഇറങ്ങിയ പോരാ, പൈസ കൊടുക്കാം. കമോൺ. ഫൈനലി ഐ ഗോട്ട് മൈ ഫിഷ്. ടേസ്റ്റ് ചെയ്ത് നോക്കില്ല. ഇതെന്താ കിട്ടിയ അങ്ങനെ ഊണ് കഴിച്ച് ഇരിക്കുകയാണ്. ഊണും കറികളും എനിക്ക് അത്ര നിങ്ങൾ പറഞ്ഞ അത്ര ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഫിഷ് കഴിച്ച് എന്റെ മനസ്സും വയറും നിറഞ്ഞു. ഫിഷ് വേണമെന്നല്ലേ പറഞ്ഞത്. ഫിഷ് തന്നു.